Let's discuss the next question. Find the relation between a side and the circumradius of an equilateral triangle. ചോദ്യം ഒന്നുകൂടെ വായിക്കുക, എന്നിട്ട് ഒരു ഫിഗർ ഒക്കെ ഒന്ന് വരയ്ക്കുക, എന്നിട്ട് എന്താ പ്രൂവ് ചെയ്യേണ്ടതെന്ന് പറയാം. You have to find the relationship between ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡും അതിന്റെ സർക്കംറേഡിയസും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം ആണല്ലോ. ഈ ഒരു ഐഡിയ വെച്ചൊരു ഫിഗർ ഒക്കെ ഒന്ന് വരച്ചേ. ആദ്യം ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അങ്ങ് വരച്ചു, പിന്നെ ഒരു സർക്കം സർക്കിൾ വരച്ചു. ഇത് റഫായിട്ടൊക്കെ വരച്ചാൽ മതി കേട്ടോ. നമുക്ക് പേരും കൂടെ കൊടുത്തു പോവാം. എ ബി സി എന്ന് നമുക്ക് ട്രയാങ്കിളിന് പേര് കൊടുക്കാം. പിന്നെ അപ്പൊ സെന്ററിന് നമുക്ക് ഒന്നെങ്കിൽ പേര് കൊടുത്തേക്കാം. ഇനി ഇത്തരം കാര്യങ്ങൾ നമുക്ക് എഴുതിയും കൂടെ പോവാം. So consider an equilateral triangle ABC with a circumcircle of center O with radius R. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്കൊന്നും അറിയത്തില്ല, സൈഡ്സ് അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് എല്ലാം ഇങ്ങനെ ഓരോ വേരിയബിൾ എടുത്തെടുത്ത് പോവാം. സോ നമുക്ക് റേഡിയസിനെ കയറി ആർ നിങ്ങൾ വിളിച്ച് വെച്ചേക്കാം. ഇനി ട്രയാങ്കിളിന്റെ പ്രത്യേകത കൂടെ പറഞ്ഞു. In triangle ABC 3 sides are equal, that is AB equal to AC equal to BC. അതേപോലെ all angles are equal അല്ലേ, അതെത്രയാ 60 ഡിഗ്രി ഈച്ച്. അപ്പം അതും കിട്ടി. ഇനി ചെറിയൊരു കൺസ്ട്രക്ഷനാണ്. ആ കൺസ്ട്രക്ഷൻ പഴയ കണക്ക് പോലെ തന്നെയാണോ ചോദിച്ചാൽ അതെ, പക്ഷെ ഇത്തിരി മാറ്റമുണ്ട്. അത് ഡ്രോ സി ഡി പെർപെൻഡിക്കുലർ ടു എ ബി. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. നമ്മൾ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് സി ഡി എന്ന് പറഞ്ഞ ലൈൻ വരയ്ക്കും. അപ്പം ഏതായി ഡി എന്ന് പറയുന്നത്? ഡി നമ്മൾ എ ബിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് കയറിയെങ്കിൽ ഡി എന്ന് വിളിച്ചേക്കാം. കിട്ടിയില്ലേ? ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ചെയ്ത കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ചെറിയ റേഡിയസ്, സർക്കം റേഡിയസും കൂടെ ഒന്ന് പിക്ചറിൽ കാണിച്ചേക്കാം. അപ്പോൾ ഒ എ എന്ന് പറഞ്ഞ ഞാൻ സർക്കം റേഡിയസ് വരച്ചു. ഇനി എന്തു പറയാം? ഞാൻ ഉദ്ദേശിക്കുന്നത് ഓ സർക്കം സെന്റർ എന്ന് നിങ്ങൾക്ക് അറിയാം. ഈ കുഞ്ഞു ട്രയാങ്കിൾ കണ്ടു, ഒരു ട്രയാങ്കിൾ ഒ എ ഡി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കണ്ടു. അതിൽ ആംഗിൾസ് ഒന്ന് പറയാൻ പറ്റുമോ? ഓ സർക്കം സെന്റർ ആണെന്നൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് പറയാം നിങ്ങൾക്ക്? ആദ്യം ആംഗിൾ ഡി എയോ കാണുന്നുണ്ടോ? ഉണ്ട്, അത് നോട്ട് ചെയ്യാം. ആ ഡി എ എന്ന് പറഞ്ഞത് ഇതല്ലേ? ഈ ആംഗിൾ എത്രയെന്ന് പറയാമോ? ഒരു ക്ലൂ ഞാൻ തരാം. ആംഗിൾ ട്രയാങ്കിൾ എ ബി സി ഇക്വലാറ്ററൽ ആണ്. ആംഗിൾ എ 60 ഡിഗ്രി ആണ്. ഒ എ എന്ന് പറയുന്ന സർക്കം റേഡിയസ് ആണ്. എല്ലാം കൂടെ കണക്ട് ചെയ്യാൻ നോക്കിയേ. ഈ ഒ എ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ബി സിയുടെ ആരായിട്ട് വരും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിട്ട് വരും ആണല്ലോ. അപ്പൊ അത് ആംഗിൾ എനെ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. സോ ദിസ് ഇസ് 30 ഡിഗ്രി. എങ്ങനെ കിട്ടി? ഒ എ ബൈസെക്സ് ആംഗിൾ എ ഈക്വൽ ടു 60 ഡിഗ്രി. എന്റെ കാര്യം മനസ്സിലായോ? ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൽ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് കോഡിലേക്ക് വരയ്ക്കുന്ന അല്ലെങ്കിൽ ബേസിലേക്ക് വരയ്ക്കുന്ന ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ അത് അതിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അപ്പം ഒ എ ഞാനിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ഫിഗറിലേക്ക് നോക്കിയോ, ഞാനിപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ ഇത് ബി സിയുടെ ആരായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. സോ ഇത് ഈ ആംഗിളിനെ എന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും. കിട്ടിയോ? ഇതെല്ലാം നമ്മൾ ഐസോസെലസ് ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി പഠിച്ചപ്പം പഠിച്ചതാ സെക്കൻഡ് ക്ലാസ്സിൽ. അപ്പം അതൊന്ന് റിവൈസ് ചെയ്യാം. ഐസോസെലസ് ട്രയാങ്കിളിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഹോൾഡ് ചെയ്യുമല്ലോ. സോ ഈ കേസിൽ അത് ഹോൾഡ് ചെയ്യും. ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിച്ചു പോകാം. ഇല്ലെങ്കിൽ വേറെ രീതി ചിന്തിക്കാം. ഇത്രയും കൊനിഷ്ഠ നിങ്ങൾക്ക് ചിന്തിക്കണ്ട. ട്രയാങ്കിൾ ഒ എ ഡി കണ്ടല്ലോ, അതിൽ ആംഗിൾ ഡി എത്രയെന്ന് ഉറപ്പാ? 90 ഡിഗ്രിയാണ്, കാരണം വരച്ചത് പെർപെൻഡിക്കുലറാണ്. ഇനി ഒ സെന്റർ അല്ലേ? സോ ഇപ്പൊ ഞാൻ ഇങ്ങനൊരു റേഡിയസും കൂടെ വരച്ചിരുന്നെങ്കിൽ ഇത് ഫുൾ എത്രയാകുമായിരുന്നു? 120 ഡിഗ്രി ആകുമായിരുന്നു ആണല്ലോ, കാരണം സെൻട്രൽ ആംഗിൾ ഫുൾ 360ആണ്. അപ്പൊ ഇത് 3 പാർട്ടായതുകൊണ്ട് 3ഉം 120 വെച്ച് വരും. അതിലാണ് ഇത് എത്രയായിരിക്കും? 60, ഇത് 60. അപ്പൊ മിച്ചമുള്ളത് എത്രയായിരിക്കും? 30. ഇങ്ങനെയും ചിന്തിച്ചു പോവാം. ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും ഇതായിരിക്കും എളുപ്പം, മറ്റായിരിക്കും എളുപ്പം. മറ്റേ പാടാണെങ്കിൽ ഇത് പോയാലും മതി. അപ്പൊ ആംഗിൾ ഡി എയോ കിട്ടിയല്ലോ. സോ ആംഗിൾ എ ഡി ഒ എത്രയായിരിക്കും? 90 ഡിഗ്രി. അതറിയാവുന്ന കാര്യമാണ്, കാരണം സി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി ആണ്. അപ്പൊ ഇത് രണ്ടും അല്ലേ അറിയത്തുള്ളൂ. ഞാൻ രണ്ടാമത് പറഞ്ഞ റീസൺ വെച്ച് നിങ്ങൾക്ക് 3 ആംഗിൾ ഇപ്പം അറിയാം. ഞാനിപ്പോൾ ആദ്യം പറഞ്ഞ റീസൺ വെച്ചാണെങ്കിൽ ഒ എ ബൈസെക്സ് ആംഗിൾ എ എന്ന് പറഞ്ഞ റീസൺ ആണെങ്കിൽ നിങ്ങൾക്ക് 2 ആംഗിൾസേ അറിയുള്ളൂ. മൂന്നാമത്തെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ബൈ ആംഗിൾ സം പ്രോപ്പർട്ടി. സോ എ ഡി ഒ കൺസിഡർ ചെയ്തു. ദെൻ ബൈ ആംഗിൾ സം പ്രോപ്പർട്ടി എന്ത് പറയാം? ഈ 3 ആംഗിൾസ് കൂടെ കൂട്ടിയ
കറക്റ്റ് 180 കിട്ടണം. സോ ആംഗിൾ ഡി എയോ, അടുത്ത ആംഗിൾ ഏതാ? എ ഡിയോ, അടുത്തത് എ ഒ ഡി. കാണുന്നുണ്ടല്ലോ 3 ആംഗിൾസും. അത് എത്ര വരണം? 180 വരണം. അടുത്ത സ്റ്റെപ്പിൽ റീപ്ലേസ് ചെയ്യാലോ ഓരോന്ന്. ആദ്യം ഏതാ റീപ്ലേസ് ചെയ്യുന്നത്? ഡി എയോ, അത് എത്രയാ? 30 ഡിഗ്രി. എ ഡിയോയോ 90 ഡിഗ്രി പ്ലസ് ആംഗിൾ എ ഒ ഡി ആണ് 180 ഡിഗ്രി. ഇനി എന്നാ അടുത്ത സ്റ്റെപ്പ്? 120 ഡിഗ്രി പ്ലസ് ആംഗിൾ എ ഒ ഡി ആണ് 180 ഡിഗ്രി. സോ ആംഗിൾ എ ഒ ഡി എത്രയായിരിക്കും? വെരി ഗുഡ്. 180 ഡിഗ്രി മൈനസ് 120 ഡിഗ്രി, ദാറ്റ് ഈസ് 60 ഡിഗ്രി. സോ നമുക്ക് എന്ത് കിട്ടി? സോ നമുക്ക് ട്രയാങ്കിൾ എ ഒ ഡി എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിലെ 3 ആംഗിൾസ് എത്ര കിട്ടി? 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ സൈഡ്സിന്റെ റിലേഷൻ എന്തായിരിക്കും? യെസ്, ദ സൈഡ്സ് വിൽ ബി ഇൻ ദ റേഷ്യോ 1:√3:2. ഓക്കെ, സോ നമ്മൾ ആംഗിൾസ് ഒന്നുകൂടെ എടുക്കുന്നു. 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ട്രയാങ്കിൾ എ ഒ ഡി നോക്കിയിട്ട് ഈ ഓരോ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സ് എന്ന് പറഞ്ഞേ. 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഒ ഡി, 60 ഡിഗ്രിക്ക് എ ഡി, 90 ഡിഗ്രിക്ക് ഒ എ. സോ ഒ ഡി ഈസ് ടു എ ഡി ഈസ് ടു ഒ എ. അത് എത്ര വരണം? 1:√3:2. ഇനി ഈ ഒ എ കണ്ടോ? ഒ എ സത്യം പറഞ്ഞ സർക്കിളിന്റെ ആര അല്ലെങ്കിൽ എന്താണ്? റേഡിയസ് ആണ്. നമ്മൾ അതിനെ കയറി എന്തെങ്കിലും വിളിച്ചായിരുന്നോ? സ്മോൾ ലെറ്റർ ആർ എന്ന് വിളിച്ചായിരുന്നു അല്ലേ? സോ ഒ എ നമുക്ക് സ്മോൾ ലെറ്റർ ആറാന്ന് അറിയാം. ബാക്കിയുള്ള റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കും? നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങളുടെ ഓൾറെഡി 1:√3:2 എന്ന് പറഞ്ഞ റേഷ്യോ ഉണ്ട്. അതായത് ഒ എ എന്ന് പറഞ്ഞ സൈഡിന്റെ റേഷ്യോ 2 റേഷ്യോ നിൽക്കണം. അതെങ്ങനെ 6 ആക്കാമെന്ന് ചേഞ്ച് ചെയ്യാമെന്ന് ആലോചിച്ച് നോക്കാം. ഈ 2 എങ്ങനെ 6 ആയിട്ട് ചേഞ്ച് ചെയ്യാം? മൾട്ടിപ്ലൈ വിത്ത് r/2 അല്ല, കറക്റ്റ് അല്ലേ? അപ്പൊ 2 ടൈംസ് r/2 എന്ന് പറയുന്നത് 2 2 ക്യാൻസൽ, മിച്ചം r. അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ റേഷ്യോ 1:√3:2 എന്ന് പറഞ്ഞ ഫുൾ റേഷ്യോനെ നിങ്ങൾ എങ്ങനെ ചേഞ്ച് ചെയ്യും? കറക്റ്റ് ആണ്. ത്രൂ ഔട്ട് r/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഫസ്റ്റ് 1 × r/2 എന്ന് പറയുമ്പോൾ r/2. അടുത്ത എന്ത് വരും? √3 × r/2, ദാറ്റ് ഈസ് √3r/2. നിങ്ങൾക്ക് ഈ മെത്തേഡിൽ വേണേ ഇത് കണ്ടുപിടിക്കാം. ഇത് ചിലർക്ക് ടഫ് ആയിട്ട് തോന്നും അല്ലേ? അപ്പൊ ഇതാണ് ഒരു മെത്തേഡ് കണ്ടുപിടിക്കാൻ. ഇനി ഇല്ലെങ്കിൽ അടുത്ത ആലോചിച്ച് നോക്കിയേ. ഇപ്പം നമ്മൾ എടുത്തു ഒ എ = r നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഒ ഡി എന്ന് പറഞ്ഞ ലൈൻ കണ്ടോ? അതിന്റെ പ്രത്യേകത എന്താ? അത് നമ്മൾ എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒ മുതൽ ഈ റെഡ് ലൈൻ ഞാനിപ്പോൾ വരച്ചു കണ്ടോ? അതിന് ഈ അറ്റത്തേന് ഈ എന്ന് വിളിച്ചു. ഈ ഒ ഇയുടെ പ്രത്യേകത എന്താ? റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ പഠിച്ചു. ഇക്വിലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കുന്ന ഒരു ക്ലാസ് ഓർക്കുന്നുണ്ടോ? അതിൽ നമ്മൾ കണ്ടായിരുന്നു ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് റേഡിയസിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അപ്പൊ എ ബി എന്ന് പറയുന്നത് ഒ ഇയുടെ ആരായിരിക്കും? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താ? ഒ ഡിയും ഡിയും ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നത്. ഒ ഇ എന്ന് പറഞ്ഞ റേഡിയസ് അല്ലേ? അപ്പം ഒ ഡി എന്ന് പറഞ്ഞ മാത്രം എത്രയായിരിക്കും? റേഡിയസിന്റെ പകുതി ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഒ ഡി = r/2 എന്ന് എഴുതാം. അപ്പൊ നോക്കിയേ, ട്രയാങ്കിൾ എ ഒ ഡിയിൽ ഇപ്പൊ നമുക്ക് ഒ എ അറിയാം, ഒ ഡി അറിയാം. ഇനി എന്തുകൂടെ കണ്ടുപിടിക്കണം? എ ഡി. എന്തിനാ എ ഡി കണ്ടുപിടിക്കുന്നത്? എ ഡി കണ്ടുപിടിച്ചാൽ അത് തന്നെ ആയിരിക്കും ബി ഡി. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് എ ബി. അപ്പൊ നമ്മുടെ ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഒരു സൈഡ് ആയല്ലോ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കാൻ ചോദ്യം എന്താന്ന് ഓർക്കുന്നുണ്ടോ? റിലേഷൻ ബിറ്റ്വീൻ സൈഡ് ഓഫ് ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആൻഡ് സർക്കംറേഡിയസ്. കിട്ടി? ഓക്കെ. ഇനി നിങ്ങൾ ഒന്നുകൂടെ റൈറ്റ് ട്രയാങ്കിൾ എ ഒ ഡി നോക്കിക്കേ. അതിൽ ഒ എ എന്താ? റേഡിയസ് ആണ്. ഒ ഡി എന്താ? പെർപെൻഡിക്കുലർ ഹൈറ്റ് ആണ്. എ ഡി എന്താ? യെസ്, ഇൻ ടേംസ് ഓഫ് കോഡ് പറഞ്ഞേ. ഹാഫ് ഓഫ് കോഡ് അല്ലേ? സോ ഇതെല്ലാം കൂടെ റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും അറിയാവോ? യെസ്, വി നോ എ ഫോർമുല. എന്താ അത്? ഹാഫ് ദ ലെങ്ത് ഓഫ് കോഡ് സ്ക്വയർ = റേഡിയസ് സ്ക്വയർ മൈനസ് perpendicular from the center to the chord the whole square.
ഇനി റീപ്ലേസ് ചെയ്തു. ഹാഫ് ദ ലെങ്ത് ഓഫ് കോഡ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഡി സ്ക്വയർ ഈക്വൽ ടു റേഡിയസ് എന്ന് പറയുമ്പോൾ ഒ എ സ്ക്വയർ പെർപെൻഡിക്കുലർ ഫ്രം ദ സെന്റർ ടു കോഡ് എന്ന് പറയുമ്പോൾ യെസ് ഒ ഡി സ്ക്വയർ. ഇനി അറിയാവുന്നൊക്കെ റീപ്ലേസ് ചെയ്തു. എ ഡി അറിയാവോ? ഓക്കെ ഇല്ല. ഒ എയോ? ആർ സ്ക്വയർ. ഒ ഡിയോ? മൈനസ് ആർ ബൈ ടു ദ ഹോൾ സ്ക്വയർ. അഗെയിൻ ആർ സ്ക്വയറിന് മാറ്റമില്ല. ആർ ബൈ ടു ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ യെസ് ആർ സ്ക്വയർ ബൈ 4. ഇനി ഇതെങ്ങനെ സബ്ട്രാക്ട് ഓർക്കുന്നുണ്ടോ? സംശയമുള്ളൊരു ആർ സ്ക്വയർ ബൈ 1 എന്ന് കിട്ടിയേക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ക്രോസ് ചെയ്യണം. സോ ആദ്യം 4 ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ആർ സ്ക്വയർ ബൈ 1 ഇൻറ്റു 4 അല്ലേ? അപ്പം എന്താ അടുത്ത സ്റ്റെപ്പ്? 4r സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ബൈ 4. എന്താ 4r സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ? 3r സ്ക്വയർ ബൈ 4. അപ്പം നോക്കിയേ, എ ഡി സ്ക്വയർ ആണ് 3r സ്ക്വയർ ബൈ 4 എന്ന് കിട്ടിയത്. അപ്പം എ ഡി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 3r സ്ക്വയർ ബൈ 4. എത്രയാത്? ആർ സ്ക്വയർ സ്ക്വയർ റൂട്ട് വെളി വരുമ്പം 6 ആവും. 4 2 ആവും. സോ എ ഡി വിൽ ബി സ്ക്വയർ റൂട്ട് 3r ബൈ 2 എന്ന് കിട്ടും. അപ്പം എ ഡി കിട്ടിയല്ലോ. എ ഡി കിട്ടിയ സ്ഥിതിക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എ ബിയെ പറ്റി ആലോചിക്കാം. എന്താ എ ബി? യെസ് എ ഡി പ്ലസ് ഡി ബി. ഇനി എ ഡി റൂട്ട് 3 ബൈ 2 ആണെങ്കിൽ ബി ഡി എത്ര തന്നെയായിരിക്കും? റൂട്ട് 3 ബൈ 2 തന്നെയായിരിക്കും. സോ എന്തെഴുതാം? റൂട്ട് 3r ബൈ 2 പ്ലസ് റൂട്ട് 3r ബൈ 2 എത്രയാത്? 2 ടൈംസ് റൂട്ട് 3r ബൈ 2. ഇനി എന്താ അടുത്ത സ്റ്റെപ്പ്? കറക്റ്റ് 2 2 ക്യാൻസൽ. ബാക്കി റൂട്ട് 3r എന്ന് കിട്ടും. ഇനി നോക്കിയാൽ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? എ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു സൈഡാണ്. നമുക്ക് ആ സൈഡും സർക്കം റേഡിയസ് അതായത് 6 നമ്മളെ റിലേഷൻ അറിയണം. ഇനി റിലേറ്റ് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് റൂട്ട് 3r എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താ അപ്പം? കറക്റ്റ് ആണ്. വൺ സൈഡ് ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഈസ് റൂട്ട് 3 ടൈംസ് ഇറ്റ്സ് സർക്കം റേഡിയസ്. കിട്ടിയോ? സോ വി ഗോട്ട് വൺ സൈഡ് ഓഫ് ആൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഈസ് റൂട്ട് 3 ടൈംസ് ഇറ്റ്സ് സർക്കം റേഡിയസ്. ഇപ്പൊ ഈ റിസൾട്ട് ഓർത്തിരിക്കുക. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ സർക്കം റേഡിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സർക്കം റേഡിയസിന്റെ റൂട്ട് 3 ടൈംസ് ആയിരിക്കും ആ ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ സൈഡ്. ഓക്കെ, ലെറ്റ്സ് ഡു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ 2 ട്രയാങ്കിൾ വിത്ത് length of 2 sides 4 and 5 centimeter and the angle between them 90 degree and 120 degree. Draw the circumcircle of each. Explain how the position of the circumcenter changes. ചോദ്യം മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എത്ര ട്രയാങ്കിൾസ് വരയ്ക്കണം? 2 എണ്ണം. എങ്ങനത്തെ വരയ്ക്കണ്ടേ? ആ ട്രയാങ്കിളിലെ 2 സൈഡ്സ് 4 സെന്റിമീറ്ററും 5 സെന്റിമീറ്ററും ആയിരിക്കണം. ആൻഡ് ഒരെണ്ണത്തിൽ ഒരു ആംഗിൾ 90 ഡിഗ്രി, മറ്റേ ട്രയാങ്കിളിൽ ഒരു ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെ വരുന്ന രീതിയിൽ വേണം വരയ്ക്കാൻ. മനസ്സിലായല്ലോ? 2 ട്രയാങ്കിൾസ്, ഒരെണ്ണത്തിന്റെ സൈഡ്സ് 4 and 5 സെന്റിമീറ്റർ, അതിലെ ഒരു ആംഗിൾ 90 ഡിഗ്രി. അടുത്ത ട്രയാങ്കിളിൽ 4 and 5 സെന്റിമീറ്റർ സൈഡ്സ് വരണം, 120 ഡിഗ്രി വരണം ഒരു ആംഗിൾ. അതാണ് ആദ്യം വരയ്ക്കേണ്ടത്. എന്ത് ചെയ്യണം അടുത്തത്? പിന്നെ 2 ട്രയാങ്കിളിന്റെയും സർക്കം സർക്കിൾ വരയ്ക്കണം. എന്നിട്ട് സർക്കം സെന്ററിന്റെ പൊസിഷൻ കണ്ടുപിടിക്കുക. അതെന്താണ് അതിന്റെ പ്രത്യേകത എന്ന് പറയണം. ഓക്കെ അല്ലേ? സോ ആദ്യം ട്രയാങ്കിൾ വരച്ചു. എല്ലാവർക്കും ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാം. ആദ്യം നമുക്ക് ഏതാ വരയ്ക്കണ്ടേ? 4 5 സെന്റിമീറ്റർ വരുന്നതും 90 ഡിഗ്രി വരുന്നതും അങ്ങ് വരയ്ക്കാം. ആദ്യം എന്ത് ചെയ്യണം? ഒരു സ്കെയിൽ എടുക്കുക, 4 സെന്റിമീറ്റർ വരയ്ക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ 5 സെന്റിമീറ്റർ വരച്ചാലും തെറ്റൊന്നുമില്ല. അതിനെ കയറി ഒരു പേരൊക്കെ വിളിച്ചേക്കുക. AC എന്ന് വിളിച്ചു. അടുത്ത എന്നാ ചെയ്യണ്ടേ? മാർക്ക് 90 ഡിഗ്രി. കറക്റ്റ്. സോ ഫ്രം വെയർ വിൽ യു ഡ്രോ 90 ഡിഗ്രി? ഫ്രം A or you can draw from C. Here I am drawing it from A. ഇപ്പൊ ഈ വരച്ചത് 90 ഡിഗ്രി ആണല്ലോ. ഓക്കെ, ഇനി അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത സൈഡ് 5 സെന്റിമീറ്റർ ആയിരിക്കണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? എയില് കോമ്പസ് വെച്ച് 5 സെന്റിമീറ്റർ മാർക്ക് ചെയ്യും. എന്നിട്ട് അതിനെ കയറി ബി എന്നങ്ങ് വിളിച്ചേക്കാം. ഇനി എന്താ തേർഡ് സ്റ്റെപ്പ്? ഈ 2 പോയിന്റ്സും കൂടെ ജോയിൻ ചെയ്യണം. ഈ ബി കിട്ടിയ പോയിന്റും സി കിട്ടിയ പോയിന്റും കൂടി.
കിട്ടി. ഇപ്പം നിങ്ങൾക്ക് എന്താ കിട്ടിയേ? ട്രയാങ്കിൾ കിട്ടി അല്ലേ? അപ്പം ആദ്യത്തെ ഒരു ചോദ്യം കഴിഞ്ഞു, എ പാർട്ട് കഴിഞ്ഞു. അത് ഒരു ട്രയാങ്കിളുടെ എ പാർട്ട് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ നോക്കിയേ, ഡ്രോ ദ സർക്കം സർക്കിൾ. എങ്ങനെ വരയ്ക്കും? എന്ത് ചെയ്താൽ മതി? ഈ ട്രയാങ്കിളിലെ ഏതെങ്കിലും രണ്ട് സൈഡ്സിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. ഓക്കെ ആണല്ലോ? ആദ്യം ആരുടെ വരയ്ക്കുന്നത്? ഓക്കെ, എ സി. Let's draw the perpendicular bisector of AC. You will get a picture like this. Then, next we will draw the perpendicular bisector of AB. So, എന്ത് കിട്ടും? എയിൽ കുത്തി ആർക്ക് വരച്ചു, എയിൽ കുത്തി അടുത്ത ആർക്ക് വരച്ചു, ബിയിൽ കുത്തി ഫസ്റ്റ് ആർക്ക്, സെക്കൻഡ് ആർക്ക് ജോയിൻ ചെയ്തു. എന്താ കിട്ടിയേ? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കിട്ടി. അത് ആദ്യം ഒന്ന് മാർക്ക് ചെയ്തേ. എന്നിട്ട് ഇതെന്താ ഈ കിട്ടിയ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്താ നിങ്ങളുടെ? സെന്റർ ഓഫ് ദ സർക്കിൾ. സോ അവത്തെ കുത്തി അല്ലെങ്കിൽ അത് നമ്മൾ ഒന്ന് കൊടുത്തു, നമ്മളൊരു സർക്കിൾ വരച്ചു. അപ്പൊ സർക്കം സർക്കിൾ വരച്ചു. ഇനി നോക്കിയേ, സർക്കം സെന്റർ നോട്ട് ചെയ്തിട്ടുള്ള കൃത്യമായിട്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ വരയ്ക്കാം. എന്താ ചേഞ്ച് നമുക്ക് അതും കൂടെ വരച്ചിട്ട് പറയാം. അടുത്ത എന്ത് ചെയ്യണം? ഇതേപോലെ തന്നെ സ്കെയിൽ എടുക്കുന്നു. എത്ര സെന്റിമീറ്റർ? 4 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുന്നു. പേര് കൃത്യമായിട്ട് കൊടുക്കുന്നു, എ ബി എന്ന് 4 സെന്റിമീറ്റർ എഴുതുന്നു. അടുത്തത് 90 ഡിഗ്രിക്ക് പകരം 120 ഡിഗ്രി. നിങ്ങൾക്ക് എയിലോ ബിയിലോ വെച്ച് വരയ്ക്കാം. ഞാനിപ്പോൾ എയിൽ ഒരു പ്രൊട്രാക്ടർ ഒക്കെ എടുത്ത് മെഷർമെന്റ് എടുത്ത് 120 ഡിഗ്രി മാർക്ക് ചെയ്തു. ദെൻ ഫ്രം എ മാർക്ക് എ പോയിന്റ് 5 സെന്റിമീറ്റർ away. So this will be the point. Let's name this as C, and AC is 5 centimeter. Okay, then join C and B. Good. Then draw the perpendicular bisector of AB. വരച്ചോ? എങ്ങനെയാ? മോർ ദാൻ ഹാഫ് എടുക്കുക, ആർക്ക് വരയ്ക്കുക. സോ ബിയിൽ കുത്തി ആർക്ക് വരച്ചു, താഴെ വരച്ചു. ഓക്കെ, അപ്പൊ ആർക്ക് കിട്ടി. നൗ ജോയിൻ ദിസ്. അതേപോലെ എ സിയുടെ കൂടെ വരച്ചേ. ആർക്ക് വരയ്ക്കുന്നു, ജോയിൻ ചെയ്യുന്നു. കിട്ടിയല്ലോ. ഇനി സോ ട്രയാങ്കിളും കൃത്യമായിട്ട് വരച്ചു, പെർപെൻഡിക്കുലർ ബൈസെക്ടറും വരച്ചു. ഇനി ആ സെന്റർ ഒന്ന് കൃത്യമായിട്ട് മാർക്ക് ചെയ്തേ. അതിനെ കയറി എന്ത് വിളിച്ചു വേണം? ഇതെന്താ ഈ കിട്ടിയ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ എന്താ? സെന്റർ ആണ്. സോ ലെറ്റ്സ് കോൾ ദിസ് ആസ് O. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിനെ സെന്റർ ആക്കി ഒരു സർക്കിൾ വരയ്ക്കാം. അത് ഈ 3 പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നില്ലേ? ഉണ്ട്. ഇനി രണ്ട് പിക്ചർ ഒന്ന് കൃത്യമായിട്ട് നോക്കിയേ. ഫസ്റ്റ് പിക്ചറിൽ എന്ത് മാത്രമേ ചേഞ്ച് ഉള്ളൂ? ആംഗിൾ മാത്രം അല്ലേ? അത് എത്രയായിരുന്നു? 90 ഡിഗ്രി. സെക്കൻഡ് പിക്ചറിൽ ഒന്ന് നോക്കിയേ, എത്രയായിരുന്നു ആംഗിൾ? അതും കൂടെ പിക്ചറിൽ എഴുതി പോകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, 120 ഡിഗ്രി. അപ്പൊ സെന്റർ എവിടെ പോയി? കറക്റ്റാ പറഞ്ഞോ. ട്രയാങ്കിളുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞേ. ട്രയാങ്കിളിന്റെ വെളിയിൽ പോയി അല്ലേ? സോ ഫസ്റ്റ് കേസിലോ ട്രയാങ്കിളിന്റെ മൂന്നാമത്തെ സൈഡിലല്ലേ? സൈഡിലൊരു പോയിന്റ് അല്ലേ സെന്റർ? ഓക്കെ, നിങ്ങൾ കുറച്ചും കൂടി എക്സാക്ട് ആയിട്ട് ആ 90 ഡിഗ്രി വരച്ച ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിന്റെ ആ O എന്ന് പറഞ്ഞ പോയിന്റ് വരുന്ന ആ സൈഡ് ഉണ്ടല്ലോ, അതൊന്ന് കൃത്യമായിട്ട് മെഷർ ചെയ്ത് നോക്കിയേ. ഫുൾ ലെങ്ത് നോക്കണം, അതേപോലെ ആ എൻ പോയിന്റ്സിൽ നിന്ന് ഓയിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കണം. എന്ത് കിട്ടി? കൃത്യം മിഡ് പോയിന്റ് അല്ലേ കിട്ടിയേ. സോ എന്ത് പറയാം? എന്താ ചേഞ്ച് വന്നേ? In triangle with one angle 90 degree, the circumcenter O is the midpoint of the hypotenuse. Okay, അത് ഓർക്കണം. ഹൈപ്പോട്ടന്യൂസിലാണ് പോയിന്റ്, അതും ഹൈപ്പോട്ടന്യൂസിന്റെ മിഡ് പോയിന്റിലാണ് നമ്മുടെ സെന്റർ വരിക. What about 120 degree? In triangle with angle greater than 90 degree. കിട്ടിയോ? 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90 ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ എന്താ? 90യേക്കാൾ കൂടുതലാണ്. The circumcenter O is outside the triangle. അപ്പൊ നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റില്ല. 120യുടെ കേസ് ഓക്കെ. ഇപ്പൊ 90 ഡിഗ്രികൾ വരുന്ന ഒന്നും എല്ലാം ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യത്തില്ലെന്ന് തോന്നിയാൽ നിങ്ങൾ ഒരു 110 130 180 നോട്ട് 180 ലെസ് ദാൻ 180 വരുന്ന ഏത് ട്രയാങ്കിളും വേണമെങ്കിലും എടുത്ത് ചെയ്ത് നോക്കിയോ, കിട്ടുമോ നോക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. ഓക്കെ, അത് നിങ്ങൾക്ക് വരുന്ന എക്സ്ട്രാ വർക്കാണ്. സെയിം സൈഡ് ആംഗിൾസ് ഒരു 110 130 അങ്ങനെ വരുന്ന രീതിയിൽ ഒരു ട്രയാങ്കിളോട് വരച്ച് നോക്കുക. സെന്റർ അവിടെ കിട്ടുന്നുണ്ടോ നോക്കുക. ഓക്കെ, these two are the homework questions for you. All of you try to do it and discuss the answers with your friends. In this class, we have discussed
some problems related to the generalization, and we have learned how to draw circumcircle of a triangle. So go through the problems once again to get a thorough understanding of the concept and then do the homework questions. And we have completed the chapter circles. Go through the concept and generalization once again and get a thorough understanding. Thank you and have a nice day.